ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. 1 രാജാക്കന്മാർ 19-ാം അധ്യായം. 18-ാം അധ്യായത്തിലെ ബാലിൻ്റെ പ്രവാചകന്മാരുമായി ഏലിയ പ്രവാചകൻ പന്തയം വെക്കുന്നതും ഏലിയയുടെ ദൈവം യഥാർത്ഥ ദൈവമെന്ന തെളിയിക്കപ്പെട്ടതും നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് ബാലിൻ്റെ പുരോഹിതന്മാരെയൊക്കെയും പ്രവാചകന്മാരെയൊക്കെയും ഏലിയ മുഖാന്തരം വധിച്ചു. ഇതറിഞ്ഞ ഇസബേൽ രാജ്ഞി ബാലാരാധന അവിടെ കൊണ്ടുവരികയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തവളാണ് ഇസബേൽ രാജ്ഞി. അവളിതറിഞ്ഞുകൊണ്ട് പറഞ്ഞു, നാളെ ഈ സമയത്തിന് മുൻപ് ഏലിയാവിൻ്റെ ജീവൻ ഞാൻ എടുക്കും. എൻ്റെ പ്രവാചകന്മാരെ കൊന്നതുപോലെ ഞാൻ അവനെ കൊല്ലും. ഇത് കേട്ട് ഏലിയാവ് ഭയപ്പെട്ട മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്നതായി നമ്മൾ ഇവിടെ വായിക്കുന്നു. കഴിഞ്ഞ ദിവസം ദൈവം തന്നെ അതിലൂടെ അത്ഭുതങ്ങളെ പ്രവർത്തിച്ച് നേരിൽ കണ്ടവനാണ് ഏലിയ പ്രവാചകൻ. ഇന്ന് ഒരു സ്ത്രീയുടെ ഭീഷണിയുടെ മുൻപാകെ സ്വന്തം ജീവനെ ഭയപ്പെട്ട അദ്ദേഹം ഓടുന്നത് നമ്മൾ കാണുന്നു. ഇതാണ് മാനുഷികമായ ബലഹീനതകൾ എന്ന് പറയുന്നത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം എത്രയോ പ്രാവശ്യം അത്ഭുതകരമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും ചില പ്രത്യേക സന്ദർഭങ്ങൾ, പ്രതിസന്ധി ഘട്ടങ്ങൾ അതൊക്കെ മറന്ന് നമ്മൾ ഭയപ്പെട്ട് ഓടാറുണ്ട്. ഏലിയാവ് ഇസബേലിനെ ഭയപ്പെട്ട് സ്ത്രീയുടെ ഭീഷണിക്ക് മുൻപാകെ ഭയപ്പെട്ട് ഓടിപ്പോകുന്നതായി നമ്മൾ കാണുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ മഹാന്മാരായ ആളുകളുടെ ബലഹീനതകളും ധാരാളം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അല്ലാതെ അവരുടെ വീരപ്രവർത്തികൾ മാത്രമല്ല, ബലഹീനതകളും ബൈബിൾ നമുക്ക് കാട്ടിത്തരുന്നു. നമ്മുടെ ജീവിതത്തിലും അപ്രകാരം സംഭവിക്കാമെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ബലഹീനതയിൽ വീഴുന്നതല്ല യഥാർത്ഥമായ ഭക്തി. ആ ദൈവത്തിൽ അടിയുറച്ച് നമ്മൾ നിൽക്കുന്നതാണ്. ഏലിയാവും പഴയ നിയമ ഉടമ്പടിയുടെ ഒരാളാണെന്ന് ഓർക്കണം. നമ്മൾ പുതിയ നിയമ ഉടമ്പടിയുടെ മക്കളാണ്. നമുക്ക് മാതൃക നമ്മുടെ കർത്താവാണ്. സ്ഥിരതയോടെ ഓടിയ നമ്മുടെ കർത്താവാണ് നമുക്ക് മാതൃക. അതുകൊണ്ട് ഇങ്ങനെയുള്ള വീഴ്ചകളുണ്ടാവാതെ, ബലഹീനതകളുണ്ടാകാതെ നമ്മെ തന്നെ സൂക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഏലിയാവ് അങ്ങനെ ഭയപ്പെട്ട് മരുഭൂമിയിൽ പോയി മരിക്കാൻ ആഗ്രഹിച്ച് ഒരു മുളിച്ചെടിയുടെ കീഴിൽ കിടന്നുറങ്ങുകയാണ്. അപ്പോഴാണ് ദൈവത്തിൻ്റെ ദൂതൻ അവിടെ ചെന്ന് ഏലിയാവിനെ വിളിച്ചു ചോദിക്കുന്നത്, നിനക്ക് ഇവിടെ എന്ത് കാര്യം? ദൈവം നിന്നെ വിളിച്ചത് മരുഭൂമിയിലേക്ക് വന്നുറങ്ങാനാണ്. എന്നിട്ട് വിശന്ന് കിടന്നുറങ്ങിയവനായ ഏലിയാവിന് ദൈവദൂതൻ അപ്പവും വെള്ളവും അവിടെ നൽകുകയാണ്. അത് വിശക്കുന്നവനോട്, ക്ഷീണിതനോട് സുവിശേഷം പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ ആവശ്യം അപ്പമെങ്കിൽ അപ്പം കൊടുക്കണം. അതിന് ശേഷമാണ് ദൈവത്തിൻ്റെ ആ ദൂത് അവനെ അറിയിക്കുന്നത്. ഇന്ന് പലപ്പോഴും പ്രസംഗങ്ങൾ ധാരാളമുണ്ട്. ആ 1000 പ്രസംഗങ്ങൾ പറയുന്നതിനേക്കാൾ നല്ലതാണ് ബലഹീനനായവൻ്റെ ആവശ്യം മനസ്സിലാക്കി അവനെ സഹായിക്കുക എന്നുള്ളത്. ഇവിടെ ദൈവദൂതൻ ഏലിയാവിനോട് ചെയ്യുന്നത് അപ്രകാരമാണെന്ന് നമുക്കറിയാം. ഗുഹയിൽ വെച്ച കർത്താവ് അവനോട് സംസാരിക്കുന്നു. അവന് മരിച്ചാൽ മതി എന്നുള്ള ആഗ്രഹമാണ്. ഇസബേലിനെ അവന് ഭയമായി. താൻ മാത്രമേ പ്രവാചകനായിട്ടുള്ളൂ എന്ന രീതിയിലാണ് ഏലിയാവിടെ സംസാരിക്കുന്നത്. പക്ഷേ ദൈവം അതിന് പകരം എലീശായെ അവിടെ തിരഞ്ഞെടുക്കുന്നതായി നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. ഏലിയാവിനോട് പറഞ്ഞ് ഏലിയാവ് എലീശായെ കാണുമ്പോൾ അവൻ വയലിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൻ കാളകളോടുകൂടി വയലിലായിരിക്കുകയാണ്. അവിടെ നിന്നാണ് അവൻ വിളിയുണ്ടാകുന്നത്. വിശുദ്ധ വേദപുസ്തകം നമുക്കറിയാം. വേദപുസ്തകം ആദ്യോടെ നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവം തൻ്റെ വേലയ്ക്കായി വിളിക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ അല്ല, ലോകപരമായ പ്രവൃത്തികളിൽ ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും നീതിബോധത്തോടും പ്രവർത്തിക്കുന്നവരെയാണ് ദൈവം തൻ്റെ ശുശ്രൂഷയ്ക്കായി വിളിച്ചിട്ടുള്ളത്.
മോശയെ യഹോവയായ ദൈവം വിളിച്ചത് അമ്മായിപ്പനായ യിത്രോവിൻ്റെ ആളുകളെ സത്യസന്ധതയോടെ ആത്മാർത്ഥതയോടെ മരുഭൂമിയിൽ അവൻ തീറ്റിപ്പോറ്റുമ്പോഴാണ്, അവയെ മേയ്ക്കുമ്പോഴാണ്. ദാവീദിനെ ദൈവം വിളിക്കുന്ന ഒരു ആട്ടിടയനായി ആത്മാർത്ഥമായ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുത്ത് ആടുകൾക്ക് വേണ്ടി സിംഹത്വ വരെയും അവൻ കൊന്നുകളഞ്ഞവനാണ്. അത്രമാത്രം തീഷ്ണതയോടെ ആടുകളെ മേയിച്ച ഒരു ഇടയനായിട്ടിരിക്കുമ്പോഴാണ് ദൈവം അവനെ വിളിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പിന്നീട് വായിക്കുമ്പോൾ ആമോസിനെ ദൈവം വിളിക്കുന്നത് കന്നുകാലികളെ മേയിക്കുന്ന ഒരു ഇടയനായിട്ടിരിക്കുമ്പോഴാണ്. പുതിയ നിയമത്തിൽ പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ ഇവരെയൊക്കെ കർത്താവ് വിളിക്കുന്നത് തങ്ങളുടെ അപ്പനോടൊപ്പം വലയിൽ അവർ മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. മത്തായിയെ ചുങ്കസ്ഥലത്ത് അവൻ ചുങ്കം പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഈ ലോകത്തിലെ കാര്യങ്ങളിലൊക്കെ തീഷ്ണതയോടും സത്യസന്ധതയോടും പ്രവർത്തിക്കുന്നവരെയാണ് ദൈവത്തിന് ആവശ്യം. കാരണം ഈ ലോകത്തിലെ കാര്യങ്ങൾ ആത്മാർത്ഥത കാണിക്കാത്തവൻ ദൈവരാജ്യത്തോട് എങ്ങനെയാണ് ആത്മാർത്ഥത കാണിക്കുക? ഇവിടെ പ്രവർത്തിക്കാൻ മനസ്സില്ലാത്തവന് ദൈവരാജ്യത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കാൻ സാധിക്കുക? അതുകൊണ്ട് ദൈവം അലസന്മാരെ ആരെയും വിളിച്ചതായി വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുന്നില്ല. ലോകത്തിലായിരിക്കുന്നതായ സാഹചര്യത്തിൽ എത്രമാത്രം ആത്മാർത്ഥതയും എത്രമാത്രം തീഷ്ണതയോടും കൂടി അവർ പ്രവർത്തിക്കുന്നുവോ അവർക്കാണ് ദൈവവിളി ഉണ്ടാവുക. ആ ദൈവവിളിക്കനുസരിച്ചാണ് അതിനോട് അവർ പെട്ടെന്ന് പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മൾ രണ്ടാമതുള്ള കാണുന്നത്. എലീശായെ വിളിച്ച ഉടനെ തന്നെ അവനോടുന്ന് പോരുകയാണ്. ശിഷ്യന്മാരെ വിളിച്ചപ്പോഴും മോശയെ വിളിച്ചപ്പോഴും ഒക്കെ അവർ അവധി ചോദിക്കുന്നില്ല. ഉടൻ തന്നെ ദൈവത്തിന് വേണ്ടി അവർ പുറപ്പെടുകയാണ്. അവർക്ക് അത്രമാത്രം തീഷ്ണവാന്മാരാണ്, പ്രവർത്തിക്കാൻ ഒരു മനസ്സുള്ളവരാണ്. അവർക്ക് വേറെ ഒഴിവഴികളൊന്നും അവർക്കില്ല. അപ്പം ഇവിടെ ഈ പറഞ്ഞവരാരും യേശുവിനെയോ ദൈവത്തെയോ അനുഗമിക്കുന്ന അവർക്കുണ്ടായ ഒരു വൈകാരികമായ ചിന്തകളിൽ നിന്ന്, പെട്ടെന്നുണ്ടായ ഒരു വികാരത്തിൽ നിന്നല്ല, സൂക്ഷ്മമായി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. ദൈവരാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കാനും പ്രവർത്തിക്കാനും അവരെ തയ്യാറായി വരുന്നവരാണ്. ചെറിയ കാര്യങ്ങളിൽ പോലും ആത്മാർത്ഥതയും സത്യസന്ധതയും ഉള്ളവരെയാണ് ദൈവത്തിന് ആവശ്യമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഏലിയാവിൻ്റെയും എലീശായുടെയും ഒക്കെ ജീവിതം നമുക്കൊരു മാതൃകയാകണം. എലീശായുടെ ബലഹീനത, സ്ത്രീയെ ഭയപ്പെട്ട് ഓടിപ്പോയി, എന്നാലും ദൈവഹിതപ്രകാരം ജീവിക്കാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കും സാഹചര്യ സമ്മർദ്ദങ്ങൾ കൊണ്ടും മാനുഷിക ബലഹീനതകൾ കൊണ്ടൊക്കെ കുറവുകൾ ഉണ്ടായേക്കാം. എന്നാൽ അതിൽ തന്നെ നമ്മൾ കടിച്ചു തൂങ്ങാതെ തീഷ്ണതയോടെ ദൈവത്തിന് വേണ്ടി ചിന്തിക്കുവാനും പ്രവർത്തിക്കാനും നാം ഏറ്റെടുത്തിരിക്കുന്നതായ ജോലികളിൽ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കാനും നമുക്കിടയാകണം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.